let's talk about this outfit. ഇത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പേജിൽ നിന്ന് വാങ്ങിച്ചൊരു ഔട്ട്ഫിറ്റ് ആണ്. വളരെ ചുരുക്കം കുറച്ച് പ്രൊമോഷൻ വീഡിയോസ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ജസ്റ്റ് ബിക്കോസ് മിക്കപ്പോഴും പ്രൊമോഷൻ വർക്ക് ചെയ്യാൻ പറയുന്ന ആൾക്കാർ അവർക്കൊരു സ്ക്രിപ്റ്റ് ഉണ്ടായിരിക്കും, അത് ജസ്റ്റ് റീഡ് ചെയ്ത് പറയുക. അല്ലെങ്കിൽ ഐ യൂഷ്വലി ജസ്റ്റ് ആസ്ക് ദം ഇഫ് ഐ ക്യാൻ ലൈക്ക് ട്രൈ ദ പ്രോഡക്റ്റ്. ഒരു റിസൾട്ട് ഉണ്ടെങ്കിൽ മാത്രം ഞാൻ ഷെയർ ചെയ്യാം എന്നുള്ള രീതി പറയുമ്പോഴത്തേക്കും മിക്ക ആൾക്കാർക്കും അത് പറ്റത്തില്ല. അവർക്ക് ഒരു പ്രോഡക്റ്റ് കിട്ടി, ഇന്ന് എനിക്കൊരു ക്ലെൻസർ കിട്ടി, ഈ ക്ലെൻസറിന്റെ റിവ്യൂ ഞാൻ നാളെ ഇടാന്ന് കഴിഞ്ഞാൽ എനിക്ക് അതിനെപ്പറ്റി ഇവർ പറയുന്ന സ്ക്രിപ്റ്റ് വായിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് എന്ത് ജെനുവിനിറ്റിയാണ് ഉള്ളത്. അപ്പൊ അതുകൊണ്ട് മിക്കതും ഞാനിങ്ങനെ റിജക്ട് ചെയ്ത് വിടുകയാണ് പതിവ്. പക്ഷെ ഔട്ട്ഫിറ്റ്സ് ഒക്കെ നമ്മൾ പിന്നെ റിജക്ട് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഇതിനു മുമ്പ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഇതായിരുന്നു ആ ഒരു ഔട്ട്ഫിറ്റ് വന്നിട്ട് ഒരുപാട് പേര് കോംപ്ലിമെന്റ് വന്നൊരു ഔട്ട്ഫിറ്റ് ആയിരുന്നത്. അതും ഈ ഔട്ട്ഫിറ്റും ഒക്കെ സെയിം ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ്. സ്മോൾ ബിസിനസ് ആണ്, പക്ഷെ വി ഷുഡ് ഓൾവേസ് സപ്പോർട്ട് ഈവൻ സ്മോൾ ബിസിനസ്സസ്, റൈറ്റ്? സോ ഇറ്റ്സ് കോൾഡ് സീനാസ് കുച്ചോർ. ഇൻസ്റ്റാഗ്രാമിലുണ്ട്, അടിപൊളിയാണ്. എല്ലാം സാരീസ് ഉണ്ട്, അല്ലാതെ സൽവാർ, ചുരിദാർ പീസസ്, സെറ്റ്, എല്ലാ സംഭവങ്ങളും ഉണ്ട്. ഇത് എനിക്ക് കസ്റ്റമൈസ് ചെയ്ത് തന്ന ഒരു ഔട്ട്ഫിറ്റ് ആണ്. ഗോൾഡ് കളറിലെ ഔട്ട്ഫിറ്റ് എനിക്കില്ല, അപ്പൊ എനിക്കിത് ചേരുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ എന്താ തോന്നുന്നു പറയും. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല അടിപൊളിയായിട്ടുണ്ട്. ലെങ്ത് ആണെങ്കിലും ഫിറ്റ് ആണെങ്കിലും I love everything about it. It's so cute. ഞാൻ പൈസ വാങ്ങിച്ച് ചെയ്തിട്ടുള്ള പ്രൊമോഷൻസ് എനിക്ക് വിരലിലെണ്ണാന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ഞാൻ ഫ്രീ ആയിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ഞാൻ പൈസ വാങ്ങിക്കാറില്ല. ഫോട്ടോഷൂട്ടിന് ഇന്ന് വരെ ഞാൻ ഒരു ഫോട്ടോഷൂട്ടും ഞാൻ പൈസ വാങ്ങിച്ചിട്ടില്ല. അതിനെനിക്ക് ഒരുപാട് വഴക്ക് എൻ്റെ വീട്ടിൽ നിന്ന് കിട്ടാറുണ്ട്, എല്ലായിടത്തും എനിക്ക് കിട്ടാറുണ്ട്. റാൻഡംലി നമ്മളിപ്പോൾ ഈ ഇൻഫ്ലുവൻസേഴ്സ് കുറച്ച് അറിയാവുന്ന ആൾക്കാരൊക്കെ ഉണ്ട്, അവരാണെങ്കിലും എൻ്റെ അടുത്ത് പറയും, നീ എന്തിനാ ഫ്രീ ആയിട്ട് ചെയ്യുന്നതെന്ന് എനിക്ക് ചോദിക്കും. എനിക്ക് ഇവിടെ ഒരു ജോബുണ്ട്, എനിക്ക് എന്തൊക്കെയാണെന്നുള്ള നല്ലൊരു എമൗണ്ട് ഞാൻ ഏൺ ചെയ്യുന്നുണ്ട്. നാട്ടിൽ ഞാൻ വല്ലപ്പോഴും 1-2 മാസത്തേക്ക് വരുമ്പോൾ ഞാൻ കാരണം ഒരു ഫോട്ടോഗ്രാഫർക്ക് ഒരു വർക്ക് കിട്ടുമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ പേജിന് കുറച്ച് റീച്ച് കിട്ടുന്നുണ്ടെങ്കിൽ അത് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഉപകാരമല്ലേ. 1000-2000 രൂപയൊക്കെ അവരുടെ അടുത്ത് നിന്ന് വാങ്ങിക്കുന്നത് എനിക്ക് ഭയങ്കര. മിക്ക ആൾക്കാരും വരുന്നത് തൃശ്ശൂർ, എറണാകുളത്ത് നിന്നൊക്കെ ഉള്ള ആൾക്കാരൊക്കെയാണ് കൂടുതലും ഷൂട്ടിന് എടുക്കാൻ വരുന്ന ഫോട്ടോഗ്രാഫേഴ്സ് ആണെങ്കിലും വർക്കൊക്കെ വരുന്ന അങ്ങനെയൊക്കെ. അപ്പൊ അവരുടെ നിന്നൊക്കെ നമ്മൾ പൈസ വാങ്ങിക്കാന്ന് പറയുന്നത്. പക്ഷെ ഞാൻ ഭാവിയിൽ വാങ്ങിക്കില്ലെന്നും ഞാൻ പറഞ്ഞില്ല. നാട്ടിൽ ചിലപ്പോൾ സെറ്റിൽ ആയിക്കഴിഞ്ഞാൽ മേ ബി എനിക്ക് പൈസ വേണ്ടേ, എനിക്ക് ജീവിക്കണ്ടേ. പക്ഷെ ഇപ്പോഴത്തെ രീതിയിൽ വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്, ഇതുവരെ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. സോ ഞാൻ ഇവിടെ ഒരു സാധനത്തെ പറ്റി സംസാരിക്കുമ്പോഴാണെങ്കിൽ പോലും ഞാൻ ജെന്യുവനായിട്ട് തന്നെയാണ്, എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ് ഞാൻ പറയുന്നത്. ഓൾസോ അവർക്ക് തന്നെ വേറൊരു പേജ് ഉണ്ട്, ആഭരണ എന്ന് പറഞ്ഞിട്ട്. അത് ഫുള്ള് ജ്വല്ലറി കാര്യങ്ങളൊക്കെയാണ് സെല്ല് ചെയ്യുന്നത്. ആൻറ്റീക്ക് ആണെങ്കിലും അല്ലാതെ ഉള്ള ഫാഷൻ സാധാരണ ഇടുന്ന ജ്വല്ലറി ഐറ്റംസ്, മാല, കമ്മല്, അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ട്. അതിൻ്റെയും ഞാൻ ഇവിടെ മെൻഷൻ ചെയ്തേക്കാം, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട്. എന്തായാലും ഞാൻ നാട്ടിൽ ചെല്ലാതെ എനിക്ക് അവരുടെ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് ഞാൻ വീഡിയോ ചെയ്യണമെന്ന് ശരിക്കുകയാണ്. ഇഫ് യു ഗൈസ് ക്യാൻ പ്ലീസ്. അവരും സ്മോൾ ബിസിനസ് ആണ്, രണ്ടും ഒരാളുടെ തന്നെയാണ്, ഒരു ഫാമിലിയുടെ തന്നെയാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും പറ്റുമെങ്കിൽ ഒന്ന് കയറി സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും പറ്റുമെങ്കിൽ ഇപ്പൊ ഓണമൊക്കെ വരുമല്ലേ, അപ്പൊ കുറച്ച് ജ്വല്ലറി ഒക്കെ വാങ്ങിച്ചു വെക്കൂ.